ക്രിസ്തുവേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മൾ 119 സങ്കീർത്തനം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കഴിഞ്ഞ 9 വീഡിയോകളിലായി നമ്മൾ ചിന്തിച്ചു. എന്നാൽ ഇന്ന് രണ്ടാമത്തെ വചനം നമ്മൾ ചിന്തിക്കുകയാണ്. അതിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇവിടെ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം വിവിധ വശങ്ങളോട് കൂടിയതാണ്. ഒന്നാമത് തന്നെ അവൻ്റെ സാക്ഷ്യങ്ങൾ അത് പ്രമാണിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവരാണ്, ദൈവത്തിൻ്റെ വിധി പ്രമാണിക്കുന്നവരാണ്, ദൈവത്തിൻ്റെ നിയമം പ്രമാണിക്കുന്നവരാണ്, ദൈവത്തിൻ്റെ ചട്ടവും പ്രമാണവും പ്രമാണിക്കുന്നവരാണ്. അങ്ങനെ അനവധി കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിന് ബഹുവിധ വശങ്ങളുണ്ട്. അതിന് തന്നെ നമുക്ക് ഒരു പഠനം ആവശ്യമാണ്. എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. വിധി പ്രമാണിക്കണമെന്ന് പറയുന്നതും പ്രമാണം ചട്ടങ്ങൾ പ്രമാണിക്കണമെന്ന് പറയുന്നതും എല്ലാം എന്താണെന്നുള്ളത് തന്നെ നമുക്കൊരു പഠനം വേണം. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ വചനഭാഗം സാക്ഷ്യങ്ങളെ പ്രമാണിക്കണം. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? വചനം പ്രമാണിക്കണമെന്ന് പറഞ്ഞാൽ പോരെ? എന്താ ഈ സാക്ഷ്യം പ്രമാണിക്കണം എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം, എന്താണ് സാക്ഷ്യം? ഒരു ദൈവത്തിൻ്റെ ഭക്തൻ അറിഞ്ഞിരിക്കേണ്ട അനിവാര്യമായ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്. അതിന് നമുക്ക് 1 യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു, ദൈവത്തിൻ്റെ സാക്ഷ്യമോ അവൻ തൻ്റെ പുത്രനെക്കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ ഗ്രഹിച്ചിരിക്കണം. തൻ്റെ പുത്രനെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നതാണ് സാക്ഷ്യം. അപ്പോൾ തൻ്റെ പുത്രനെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ? നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ ദൈവം സാക്ഷ്യപ്പെടുത്തിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷേ സാക്ഷ്യം എന്ന് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ അതിന് എഴുതിയിരിക്കുന്നത് തൻ്റെ പുത്രനെക്കുറിച്ച് അവൻ പറഞ്ഞിരിക്കുന്നതാണ് സാക്ഷ്യം. അതിനപ്പുറം സാക്ഷ്യത്തിനൊരർത്ഥം ഇല്ല. എന്താണ് അവൻ തൻ്റെ പുത്രനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഇസ്രായേലിന് ദൈവം തൻ്റെ സാക്ഷ്യത്തെ കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. സാക്ഷ്യപ്പെട്ടകമെന്നാണ്. ഈ സാക്ഷ്യപ്പെട്ടകവും ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതുമായിട്ട് എന്താ ബന്ധം? അതിന് ദൈവം ഇസ്രായേൽ ജനത്തിന് 10 കൽപ്പന കൊടുക്കുമ്പോൾ അതിന് പ്രധാനമായിട്ടും 3 വശങ്ങൾ മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കണം. അതായത്, അത് കൽപ്പനയാണ്. 2, അത് സാക്ഷ്യമാണ്. 3, ദൈവപുത്രൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൽ നിന്നൊരു കാര്യം വന്നിട്ടുണ്ടോ, ഇത് ഈ 3 വശങ്ങളുണ്ടാവും. അതിനകത്ത് കൽപ്പനയുണ്ടാകും. ഒരു വാക്യം തന്നെയായിരിക്കും, കൽപ്പനയുണ്ടാകും. ദൈവപുത്രൻ്റെ സ്വഭാവമായിരിക്കും അത്. ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നതായിരിക്കും അത്. അതിന് ഉദാഹരണമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, മോഹിക്കരുത് എന്നൊരു കൽപ്പന, അല്ലെങ്കിൽ കൊല കൊല ചെയ്യരുത് എന്നൊരു കൽപ്പനയുണ്ട്. എന്നാൽ ആ കൽപ്പനയിൽ ഒന്നാമത് നീ കൊല ചെയ്യാൻ പാടില്ല. അതൊരു കൽപ്പനയാണ്. രണ്ടാമത്തത് അത് സാക്ഷ്യമാണ്. എന്താ സാക്ഷ്യം? ദൈവത്തിൻ്റെ പുത്രൻ, എൻ്റെ പുത്രൻ കൊല ചെയ്യുകയില്ല, അല്ലെങ്കിൽ മോഹിക്കുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ മോഹിക്കുകയില്ല എന്ന് ദൈവം ദൈവജനത്തോട് സാക്ഷ്യം പറയുന്ന സാക്ഷ്യമാണ് ന്യായപ്രമാണം.
ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്ന കൽപ്പനയാണ് ന്യായപ്രമാണം. മൂന്നാമത്തത്, നീയും ഈ കൽപ്പന പ്രമാണിച്ചാൽ, അതായത് ദൈവപുത്രന്റെ സ്വഭാവം കാണിച്ചാൽ നീയും ദൈവപുത്രനാ. ദൈവപുത്രന്റെ സ്ഥാനവും ദൈവപുത്രന്റെ അവകാശവും നിനക്കും കിട്ടും. ഇത് മൂന്നുമാണ് ഏത് ദൈവത്തിന്റെ കൽപ്പനയിലും ഉള്ളത്. അപ്പോൾ ഓർക്കണം, ദൈവത്തിന്റെ കൽപ്പന എന്ന് പറയുന്നത് അത് കൽപ്പനയാണ്, അത് സാക്ഷ്യമാണ്, അത് ദൈവപുത്രന്റെ സ്വഭാവമാണ്. അപ്പോൾ വചനം വായിക്കുന്നവൻ എങ്ങനെ വായിക്കണം? വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞാൽ വ്യഭിചാരം ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒന്നാമത് ഗ്രഹിക്കണം. രണ്ടാമത്തത്, എന്തുകൊണ്ടാണ് വ്യഭിചാരം ചെയ്യാൻ പാടില്ലാത്തെ? ദൈവത്തിന്റെ പുത്രൻ വ്യഭിചാരം ചെയ്യില്ല. ദൈവത്തിന്റെ പുത്രൻ വ്യഭിചാരം ചെയ്യില്ല എങ്കിൽ അതിന് ഞാൻ എന്തിനത് ശ്രദ്ധിക്കണം? നീയും വ്യഭിചാരം ചെയ്യാതിരുന്നാൽ പുത്രൻ ഇരിക്കുന്നിടത്തും ദൈവപുത്രന്റെ സ്ഥാനവും ദൈവപുത്രന്റെ അവകാശവും നിനക്കും കിട്ടും. ഈ മൂന്ന് കാര്യങ്ങൾ ദൈവം ന്യായപ്രമാണം മോശ മുഖാന്തരം കൊടുത്ത സമയം മുതലല്ല, പിന്നെയോ ആദ്യം മുതൽ, അതായത് മാനവരാശിയുടെ ആരംഭം മുതൽ ഈ കൽപ്പന, ദൈവം കൊടുക്കുന്ന ചട്ടങ്ങൾ, ഈ പ്രമാണങ്ങൾ, ഈ മൂന്ന് തരത്തിൽ മനുഷ്യൻ സ്വീകരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നു. സാക്ഷ്യം എന്നത് ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യമാകുന്നു. കൽപ്പന എന്നത് ദൈവപുത്രന്റെ സ്വഭാവം കാണിക്കണമെന്നുള്ള ദൈവത്തിന്റെ നിർദ്ദേശമാകുന്നു. ദൈവപുത്രന്റെ സ്വഭാവം എന്ന് പറയുന്നത്, ആ സ്വഭാവം മനുഷ്യൻ നിവർത്തിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പുത്രനായിട്ട് അവനെ പരിഗണിക്കും, എണ്ണും. ദൈവപുത്രൻ ഇരിക്കുന്ന സ്ഥാനത്തും ദൈവപുത്രനോട് കൂടെ അവകാശം പ്രാപിപ്പാനും ദൈവം അവനെ കൈക്കൊള്ളും. ഇത് ദൈവത്തിന്റെ വചനത്തിന്റെ ഏറ്റവും സുപ്രധാനമായി ദൈവത്തിന്റെ ജനം പ്രാപിച്ചിരിക്കേണ്ട കാര്യമാണ്. ഇതാണ് ദൈവത്തിന്റെ സാക്ഷ്യം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം. ഓർക്കണം, ഓർക്കണം, എന്ത്? ദൈവത്തിന്റെ സാക്ഷ്യം എന്ത് എന്നുള്ളത് 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. ദൈവം തന്റെ സാക്ഷ്യം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചു. ഈ ദൈവപുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം മനുഷ്യൻ അനുസരിക്കണമെന്ന് പറയുന്നത് കൽപ്പനയായിട്ടും, അവന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ദൈവപുത്രന്റെ സ്വഭാവത്തിന് സാക്ഷ്യം നിൽക്കുന്നതായിട്ടും, മനുഷ്യനത് അനുസരിക്കുകയാണെങ്കിൽ ദൈവപുത്രൻ എന്നുള്ള സ്ഥാനത്ത് അവനെ കൈക്കൊള്ളും എന്നുള്ളതാണ് മനുഷ്യനോടുള്ള ദൈവത്തിന്റെ ബന്ധം. ഇനി ഈ ന്യായപ്രമാണമെല്ലാം ഉണ്ടാകുന്നതിന് മുൻപ് ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമിനോട് പറഞ്ഞത് നമുക്ക് ശ്രദ്ധിക്കാം. ഇതേ വചനപ്രകാരം ന്യായപ്രമാണ കാലഘട്ടത്തിലും പുതിയ നിയമ കാലഘട്ടത്തിലും മാനവരാശിയുടെ ആരംഭത്തിലും ഉള്ളത് നമുക്ക് എന്താണെന്ന് പരിശോധിക്കാം. അതായത് ആദാമിനോട് കൽപ്പിച്ചത്, ഈ തോട്ടത്തിലുള്ള സകല വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ ഒരു വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ തിന്നരുത്. തോട്ടത്തിന് നടുവിൽ നന്മതിന്മകളെക്കുറിച്ച് ഉള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലമുണ്ട്, അത് നിങ്ങൾ തിന്നരുത്. തിന്നുന്ന നാൾ നിങ്ങൾ മരിക്കും. അവിടെ ആ വചനത്തിൽ സാക്ഷ്യമുണ്ടോ? ഉണ്ട്. കൽപ്പനയുണ്ടോ? കൽപ്പനയുണ്ട്. സ്വഭാവമുണ്ടോ? ഉണ്ട്. എങ്ങനെയൊക്കെ? ഒന്നാമത്തത്, തോട്ടത്തിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷം നന്മതിന്മകളെക്കുറിച്ച് അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്നുള്ളത് കൽപ്പനയാണ്. രണ്ടാമത്തത്, ദൈവപുത്രൻ ദൈവത്തിന്റെ കൽപ്പന വിട്ട് അനുസരിക്കാതിരിക്കുകയില്ല. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കും, ആ തോട്ടത്തിലെ വൃക്ഷത്തിന്റെ ഫലം തിന്നുകയില്ല. അത് പുത്രന്റെ സ്വഭാവത്തെക്കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞിരിക്കുന്നതാണ്. ഇനി ആദാമും ഹൗവയും ഇതനുസരിച്ച് കഴിഞ്ഞാൽ അവൻ അനുസരിക്കുന്ന കാലത്തോളം ദൈവപുത്രനായിരിക്കും, ദൈവമക്കളായിരിക്കും. എത്ര 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 ലളിതമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് അത് രേഖപ്പെടുത്തി തരുന്നു. അപ്പോൾ ഇത് ആദാമിന് കൊടുത്ത കൽപ്പന ആയിരുന്നാലും
ന്യായപ്രമാണം മുഖാന്തരം മോശയ്ക്ക് കൊടുത്തതായിരുന്നാലും, പെട്ടകത്തിൽ നിന്നിറങ്ങിയ നോഹയ്ക്കും കുടുംബത്തിനും കൊടുത്തതായിരുന്നാലും, പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന് കൊടുത്തതായിരുന്നാലും, യേശുക്രിസ്തു തൻ്റെ സഭയ്ക്ക് കൊടുത്തതായിരുന്നാലും, സാക്ഷ്യം എന്നതിന് ഒറ്റ അടിസ്ഥാന പ്രമാണമേ ഉള്ളൂ. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ആ സാക്ഷ്യപ്രകാരം നമ്മൾ ന്യായപ്രമാണത്തെ കാണുകയാണെങ്കിൽ, യഹോവയല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത് എന്ന് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ വായിച്ചാൽ മതി. ദൈവപുത്രന് ഒരിക്കലും യഹോവയല്ലാതെ അന്യ ദൈവം ഉണ്ടാവുകയില്ല. കൂട്ടുകാരൻ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളതിന് ദൈവപുത്രൻ കൂട്ടുകാരനെ തന്നെപ്പോലെ തന്നെ തൻ്റെ കൂട്ടുകാരനെയും സ്നേഹിക്കും. കൊല ചെയ്യരുതെന്ന് പറഞ്ഞാൽ കൂട്ട് ദൈവപുത്രൻ കൊല ചെയ്യുകയില്ല. ദൈവപുത്രൻ മോഹിക്കുകയില്ല. ദൈവപുത്രൻ മോഷ്ടിക്കുകയില്ല. ദൈവപുത്രൻ കൂട്ടുകാരനുള്ള ഒന്നിനെയും കാംക്ഷിക്കുകയില്ല. ദൈവപുത്രൻ മാതാപിതാക്കളെ ബഹുമാനിക്കും. ഇത് ദൈവം തന്ന സാക്ഷ്യമാണ്. അപ്പൊ ദൈവം ഇസ്രായേലിന് കൊടുത്തത് ന്യായപ്രമാണമാണോ സാക്ഷ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യായപ്രമാണമാണ്, കൽപ്പനയാണ്, സാക്ഷ്യമാണ്. കൽപ്പന എന്ന് പറയുന്നത് ചെയ്യരുത്, ചെയ്യണം, ഇത് രണ്ടും അടങ്ങിയതാണ്. സാക്ഷ്യമെന്ന് പറയുന്നത് സാക്ഷ്യമെന്ന് പറയുന്നത് ദൈവപുത്രനാണെങ്കിൽ ഈ കാര്യങ്ങൾ പാലിക്കും. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം. ഈ പ്രമാണം പ്രമാണിക്കുന്നുവെങ്കിൽ ഇത് പ്രമാണിക്കുന്നവൻ ദൈവപുത്രൻ എന്നുള്ള സ്ഥാനം പ്രാപിക്കും. ഇത് ദൈവത്തിന്റെ വചനത്തിൽ സാക്ഷ്യം എന്ന വിഷയത്തെക്കുറിച്ചുള്ള അടിസ്ഥാന പ്രമാണമാകുന്നു. ഇത് ഗ്രഹിക്കാതെ സാക്ഷ്യം പ്രമാണിക്കണം, അല്ലെങ്കിൽ സാക്ഷ്യം നമ്മൾ കൈക്കൊള്ളണം, ദൈവത്തിന്റെ സാക്ഷ്യം അവർ കൈക്കൊണ്ടില്ല എന്നുള്ളതിൻ്റെയൊക്കെ അർത്ഥം സൂക്ഷ്മമായ രീതിയിൽ ഗ്രഹിക്കാൻ സാധിക്കുകയില്ല എന്നറിഞ്ഞ് പ്രാരംഭമായി ഈ അടിസ്ഥാന ഘടകത്തിൽ നിന്നുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന ആലോചനകൾ സ്വീകരിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.